ഇന്നത്തെ സ്പെഷ്യൽ വാഴച്ചുണ്ട് തോരൻ. ഞാനിത് ഒടിച്ചെടുക്കട്ടെ. വാഴച്ചുണ്ട് തോരൻ വെക്കാൻ ഞാൻ ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടിച്ച് കറയൊക്കെ കളഞ്ഞ് 2-3 പുറമേയുള്ള പോളയൊക്കെ പൊളിച്ച് കളഞ്ഞ്. ഇനി ഇത് കൊത്തിയരിയാം. വാഴക്കൂമ്പ് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മണം. അന്നേരം ഇതിൻ്റെ നൂല് പോലത്തെ കറയൊക്കെ ഉണ്ടോ കുറച്ചുള്ളത് ഇനി പോരും. കയ്യിലും കൂടെ കുറച്ച് എണ്ണ തിരുമ്മിയിട്ട് ഇതങ്ങനെ തിരുമ്മണം. കണ്ടോ നൂല് പോലെ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ അങ്ങ് പോകും. അത് ശരിക്ക് തിരുമ്മിയെടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മിയെടുത്തു. ഈ വിത്തേലുള്ള കറയെല്ലാം എൻ്റെ കയ്യെ പിടിച്ച്. കണ്ടോ നൂല് പോലെ ഇരിക്കുന്നത്, ഇതെല്ലാം കണ്ടോ കൈ നിറച്ച് കറയുണ്ട്. ഇനി ഇതങ്ങ് എടുത്ത് കളയാം. ഇനി കടുക് വറുത്ത് തോരൻ വെക്കാം. തോരൻ വെക്കാനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എല്ലാം കൂടെ ഒതുക്കിയെടുക്കണം. അപ്പം കയ്യിലെല്ലാം കളയട്ടെ. അരപ്പിനായി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 2 ചുള വെളുത്തുള്ളി, കാന്താരി മുളക് ഇതെല്ലാം കൂടെ ഒതുക്കിയെടുക്കുക. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുന്നു. ഒരു വറ്റൽ മുളകിടാം, കറിവേപ്പില ഇട്ടിനി ചുണ്ടങ്ങ് കുടഞ്ഞിടാം. ശകലം കൂടെ മൂക്കട്ടെ. ഇനി ചുണ്ടങ്ങ് കുടഞ്ഞിടാം. ഈ ചുണ്ടരിഞ്ഞതിൻ്റെ കൂടെ പയറും വേവിച്ചും ചേർക്കണം. പയറില്ലാതെ വെക്കാം. ചെറുപയറോ വൻപയറോ ഏതെങ്കിലും വെന്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇളക്കണം. അപ്പം ഞാനിവിടെ ഇന്ന് ചുണ്ട് തന്നെ വെക്കുന്നത്, പയറിടുന്നില്ല. ഉപ്പൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി വെക്കാം. ഇനി തോരൻ്റെ അകത്ത് അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കി വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെക്കാം. ഇന്നത്തെ ചോറിനുള്ള തോരൻ വാഴച്ചുണ്ട് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, കയ്പ്പൊന്നുമില്ല. പയറിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ബൈ. ഞാൻ ചോറിനാൻ എടുക്കാം.